എല്ലാവർക്കും നമസ്കാരം. കേന്ദ്ര പോലീസിൽ നിന്നും പുതിയ 2 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. നേരത്തെ വേക്കൻസി വന്നിരുന്നു, അതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പുതിയ 2 നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. 10ാം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ആദ്യം ഫിസിക്കൽ ടെസ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ നല്ലൊരു അവസരമാണ്. സോ നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനിൽ ആദ്യത്തെ നോക്കാം. 10 സെപ്റ്റംബർ 2024 വരെ നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. വന്നിരിക്കുന്നത് ഒന്ന് കോൺസ്റ്റബിൾ കാർപ്പൻ്റർ ആണ്. മെയിലിനും ഫീമെയിലിനും അപേക്ഷിക്കാം. 71 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മെയിലിലേക്ക് 61 വേക്കൻസിയും ഫീമെയിലിന് 10 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത പ്ലംബർ ആണ്. കോൺസ്റ്റബിൾ പ്ലംബർ മെയിലിലേക്ക് 44 വേക്കൻസി, ഫീമെയിലിന് 8 വേക്കൻസി, 52 വേക്കൻസി ഉണ്ട്. കോൺസ്റ്റബിൾ മേസൺ മെയിലിലേക്ക് 54 വേക്കൻസി, കോൺസ്റ്റബിൾ മേസൺ ഫീമെയിലിലേക്ക് 10 വേക്കൻസി, അങ്ങനെ 64 വേക്കൻസി ഉണ്ട്. കോൺസ്റ്റബിൾ ഇലക്ട്രീഷ്യൻ മെയിലിലേക്ക് 14 വേക്കൻസി, കോൺസ്റ്റബിൾ ഇലക്ട്രീഷ്യൻ ഫീമെയിലിലേക്ക് 1 വേക്കൻസി, 15 വേക്കൻസിയാണ് കോൺസ്റ്റബിൾ ഇലക്ട്രീഷ്യനിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സാലറി പറഞ്ഞിരിക്കുന്നത് 21,700 രൂപ മുതൽ 69,100 വരെ ബേസിക് സാലറി ലഭിക്കുന്നതാണ്. ഇത് കൂടാതെ യൂണിഫോം പോസ്റ്റ് ലഭിക്കുന്ന അലവൻസും കാര്യങ്ങളും എല്ലാം തന്നെ ലഭിക്കുന്നതാണ്. 23 വയസ്സ് വരെയാണ് ഈ തസ്തിയിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഏജ് ലിമിറ്റ്. 18 മുതൽ 23 വയസ്സ് വരെയാണ്. ഇതിൽ നിന്ന് 3 വർഷത്തിൽ OBCക്കും 5 വർഷത്തിൽ SC/ST കാൻഡിഡേറ്റ്സിനും ലഭിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 10ാം ക്ലാസ്സാണ് അടിസ്ഥാന ക്വാളിഫിക്കേഷൻ. അതുകൂടാതെ IT ഉള്ളവർക്കാണ് ഇപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഏജ് ലിമിറ്റ് കണക്കാക്കുന്നത് 10 സെപ്റ്റംബർ 2024 ബേസിസിലായിരിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. 11 സെപ്റ്റംബർ 2001 10 സെപ്റ്റംബർ 2006 ഈ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് അപേക്ഷിക്കാം. ഇതിൽ നിന്ന് 3 വർഷത്തിൽ OBCക്കും 5 വർഷത്തിൽ SC/ST കാൻഡിഡേറ്റ്സിനും ലഭിക്കുന്നതാണ്. മെയിൽ കാൻഡിഡേറ്റ്സിന് ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത് 170 സെന്റിമീറ്റർ ആണ്. ഫീമെയിലിന് 157 സെന്റിമീറ്റർ ആണ് ഹൈറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇനി അടുത്ത ഫിസിക്കൽ എഫിഷ്യൻസിയുടെ കാര്യങ്ങൾ നോക്കാം. മെയിൽ കാൻഡിഡേറ്റ്സിന് 1.6 കിലോമീറ്റർ ആണ് 7 മിനിറ്റ് 30 സെക്കൻഡ് ടൈം ഉണ്ടായിരിക്കുന്നതാണ്. 11 ഫീറ്റ് ലോങ് ജമ്പ് ഉണ്ട് 3 ചാൻസസ്, 3.5 ഫീറ്റ് ഹൈ ജമ്പ് ഉണ്ട്, അത് 3 ചാൻസസ് ഉണ്ടായിരിക്കുന്നതാണ്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 800 മീറ്റർ റേസ് ആണ്, 4 മിനിറ്റ് 45 സെക്കൻഡ് ആണ് ടൈം ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. 9 ഫീറ്റിന്റെ ലോങ് ജമ്പ് ഉണ്ട് 3 ചാൻസസ്, 3 ഫീറ്റിന്റെ ഹൈ ജമ്പ് ഉണ്ട് 3 ചാൻസസ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ഈ നോട്ടിഫിക്കേഷനിലേക്ക് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപേക്ഷിക്കുക. നമുക്ക് രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ നോക്കാം. അടുത്തതും ITBPയിലേക്കുള്ള രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ ആണ്. അതിലും 10 സെപ്റ്റംബർ 2024 നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. വിളിച്ചിരിക്കുന്ന തസ്തികൾ ഹെഡ് കോൺസ്റ്റബിൾ ഉണ്ട്, മെയിൽ 8 വേക്കൻസി, ഹെഡ് കോൺസ്റ്റബിൾ ഡ്രസ്സർ വെറ്റിനറി ഫീമെയിൽ 1 വേക്കൻസി, കോൺസ്റ്റബിൾ ആനിമൽ ട്രാൻസ്പോർട്ട് മെയിൽ 97 വേക്കൻസി, കോൺസ്റ്റബിൾ ആനിമൽ ട്രാൻസ്പോർട്ട് ഫീമെയിൽ 18 വേക്കൻസി, കോൺസ്റ്റബിൾ കെനൽമാൻ മെയിൽ കാൻഡിഡേറ്റ്സ് മാത്രമേ ആ തസ്തിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കൂ. 4 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സാലറി പറഞ്ഞിരിക്കുന്നത് ഹെഡ് കോൺസ്റ്റബിൾക്ക് ലെവൽ 4 ആണ്. 25,500 മുതൽ 81,700 വരെ ബേസ് സാലറി ലഭിക്കുന്നതാണ്. ഇത് കൂടാതെ യൂണിഫോം പോസ്റ്റ് ലഭിക്കുന്ന അലവൻസും കാര്യങ്ങളും എല്ലാം തന്നെ ലഭിക്കുന്നതാണ്. അടുത്ത കോൺസ്റ്റബിൾ ആനിമൽ ട്രാൻസ്പോർട്ട് കോൺസ്റ്റബിൾ തസ്തിയിലേക്കാകുമ്പോൾ ലെവൽ 3 ആണ് സാലറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. 21,700 രൂപ മുതൽ 69,700 വരെയാണ്. ഇത് കൂടാതെ അലവൻസും കാര്യങ്ങളും എല്ലാം തന്നെ ലഭിക്കുന്നതാണ്. ഏജ് ലിമിറ്റ് ഹെഡ് കോൺസ്റ്റബിളിലേക്ക് 27 വയസ്സ് വരെയാണ്, 18 മുതൽ 27 വയസ്സ് വരെയാണ്. ഇതിൽ നിന്ന് 3 വർഷത്തിൽ OBCയും 5 വർഷത്തിൽ SC/ST കാൻഡിഡേറ്റ്സിനും ലഭിക്കുന്നതാണ്. കോൺസ്റ്റബിൾ ആനിമൽ ട്രാൻസ്പോർട്ടിലേക്ക് 18 മുതൽ 25 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. ഇതിൽ നിന്ന് 3 വർഷത്തിൽ OBCയും 5 വർഷത്തിൽ SC/ST കാൻഡിഡേറ്റ്സ് ലഭിക്കുന്നതാണ്. ഹെഡ് കോൺസ്റ്റബിൾ ഡ്രസ്സർ വെറ്ററിനിലേക്ക് +2 ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ സർട്ടിഫിക്കറ്റും ചോദിക്കുന്നുണ്ട് വെറ്ററിനറി കോഴ്സ് അല്ലെങ്കിൽ ഡിപ്ലോമയിൽ. കോൺസ്റ്റബിൾ ആനിമൽ ട്രാൻസ്പോർട്ടിലേക്ക് 10ാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാം. കോൺസ്റ്റബിൾ കെനൽമാനിലേക്കും 10ാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഫിസിക്കൽ ടെസ്റ്റ് പറഞ്ഞിരിക്കുന്നത് 1.6 കിലോമീറ്റർ ആണ്, 7 മിനിറ്റ് 30 സെക്കൻഡ്, 11 ഫീറ്റ് ലോങ് ജമ്പ് 3 ചാൻസസ് ഉണ്ട്, 3.5 ഫീറ്റ് ഹൈ ജമ്പ് 3 ചാൻസസ് ഉണ്ട് മെയിൽ കാൻഡിഡേറ്റ്സിന്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 800 മീറ്റർ റേസ് ആണ്, 4 മിനിറ്റ് 45 സെക്കൻഡ്, 9 ഫീറ്റ് ആണ് ലോങ് ജമ്പ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്, 3 ചാൻസസ് ഉണ്ട്. അടുത്തത് 9 ഫീറ്റ് ഹൈ ജമ്പ് ഉണ്ട്, അത് 3 ചാൻസസ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപേക്ഷിക്കുക, കാരണം നല്ലൊരു അവസരമാണ്. അപേക്ഷിക്കുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറക്കരുത്. അതുപോലെ എന്തെങ്കിലും സംശയം തീർച്ചയായും കമന്റ് ചെയ്യാം. ആർമി, നേവി, എയർഫോഴ്സ്, സെൻട്രൽ ഗവൺമെന്റ് ജോലി നോക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ SSC ജോലി നോക്കുന്ന കൂട്ടുകാരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഡെയിലി അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. താങ്ക്സ് ഫോർ ദിസ് വീഡിയോ. വന്ദേ മാതരം.